നദീമുഖം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം KS റാണ പ്രതാപൻ. സംഗീതം MG രാധാകൃഷ്ണൻ. അമല ഈ മല മാമല മെലയുദിച്ചാലി നദിയാദിയിലാദ്യം ഓ അവഴി വഴി നടുവഴി കുറുവഴി ഒഴുകി അഴകോലും നദി പിന്നെ ഓ ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ നെടുമുടി വേണുവും തിലകനും അവതരിപ്പിക്കുന്നു. മണ്ണു കിളച്ചു മതിച്ചേ മണ്ണിൽ പുണ്യം പുതു വിളഞ്ഞു ആർത്തു ചിരിച്ചു കരഞ്ഞാൻ മാനവ മനസ്സു നനച്ചു കുളിർത്തേ ഓ മറ്റഭിനേതാക്കൾ അനന്തപുരം രവി, ജഗന്നാഥൻ, അലിയാർ, ചന്ദ്രസേനൻ, കല്ലേലി രാമചന്ദ്രൻ നായർ, വഴുതക്കാട് ബാബു, ജോസഫ് ഗാൻസസ്, ഡൊമിനിക് ജെ കാട്ടൂർ, TP രാധാമണി, ശാരദ നായർ, ലേഖ, ചേർത്തല ജയലക്ഷ്മി, KG ലതി. ആലാപനം കാവാലം ശ്രീകുമാർ. സാങ്കേതിക സഹായം അലക്സ് പോത്തൻ. നദീമുഖം. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും നല്ല ഒരു നാടകം കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞു അല്ലേ? നല്ലതാണോ എന്നറിയില്ല, എങ്കിലും ഞാൻ ഈ നാടകത്തിന്റെ തിരശീല നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുകയാണ്. എന്താ? ഓഹോ, അത് ശരിയാണല്ലോ. ഇതൊരു ശ്രാവ്യ നാടകമായ സ്ഥിതിക്ക് തിരശീല എന്ന വാക്ക് ഞാൻ പിൻവലിക്കുന്നു. പകരം മനഃശീല എന്നാക്കിയാലോ? അതെ, അത് കൊള്ളാം. ശ്രാവ്യ നാടകം ചിത്രം ചമയ്ക്കുന്നത് മനസ്സിലാണ്. ഞാൻ അതിന് സഹായിക്കുന്ന ഒരാൾ മാത്രം. ആദ്യമേ പറയട്ടെ, എനിക്കൊരു പേരില്ല. നാടകത്തിലായതുകൊണ്ട് സൂത്രധാരനെന്നോ നടനെന്നോ വാദ്യക്കാരനെന്നോ അണിയറക്കാരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഒരു നദിയുടെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? അതിലൊരു ചെറിയ തോണി തുഴഞ്ഞാണ് ഞാൻ വന്നത്. ക്ഷമിക്കണേ, ഇടയ്ക്ക് ഒരല്പം പടുപാട്ട് പാടുന്ന ദുസ്വഭാവമുണ്ട് എനിക്ക്. പാട്ടിന്റെ കൂടെ കൊച്ചൊരു കഥ പറയാനുള്ള ദുരുദ്ദേശവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്താ, ആരുടെ കഥയാണെന്നോ? അല്പം ഒന്ന് ക്ഷമിക്കൂ. ആളാരാണെന്ന് പറയും മുമ്പ് കഥാസന്ദർഭം ഏതെന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മനഃശീല ഉയർത്തുകയാണ്. ഞാൻ നിങ്ങളുടെ കാതുകളെ കടം ചോദിക്കുകയാണ്. നഗരഹൃദയത്തിൽ ഇവിടേക്ക് ശ്രദ്ധിക്കൂ. ഇതൊരാശുപത്രിയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബീപ് ബീപ് ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഇപ്പോൾ 6 കിടക്കുകളുണ്ട്. അതിൽ 2 എണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു. ബാക്കിയുള്ള 4 എണ്ണത്തിൽ അത്യാസന്നക്കാരായ 4 രോഗികളുണ്ട്. അവരിൽ ഒരാളാണ് നമ്മുടെ കഥാനായകൻ. ഇതാ 2ാം റൗണ്ട്സ് പരിശോധനയ്ക്കായി ഡോക്ടർ എത്തിക്കഴിഞ്ഞു. കൂടെ സുന്ദരിയായ ഒരു നഴ്സുമുണ്ട്. ഡോക്ടർ അതാ നേരെ നമ്മുടെ കഥാനായകന്റെ അടുത്തേക്കാണ് നീങ്ങുന്നത്. എന്താ നിങ്ങൾ എന്താ ചോദിച്ചത്? ഡോക്ടറും നഴ്സും എന്നെ കാണുകയില്ലേ എന്നോ? കാണുകയില്ല എന്നാണ് എൻ്റെ മറുപടി. കാരണം എന്താണെന്നോ പറയാം. ഞാൻ വെറും ഒരു കഥ പറച്ചിലുകാരൻ മാത്രമല്ല. എൻ്റെ പ്രധാന പണി കഥ കഴിക്കുക എന്നതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അത് തന്നെ. ഞാനാണ്
മരണം. സിസ്റ്റർ, ഇതാണ് ഞാൻ പറഞ്ഞ പേഷ്യന്റ്, മിസ്റ്റർ മോഹനചന്ദ്രൻ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മാവന. ഡോക്ടർ രാവിലെ പറഞ്ഞതിന് ശേഷം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ബോധം തെളിയേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതുവരെ റെസ്പോൺസ് കാണിച്ചിട്ടില്ല. ഐ നോ ദാറ്റ്. മോട്ടോർ ആക്സിഡന്റ് അല്ലേ സംഭവം. പുറത്ത് കാണാനില്ലെങ്കിലും ശരീരത്തിനുള്ളിൽ കനത്ത ആഘാതം ഏറ്റിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബോധം തെളിഞ്ഞാലേ നമുക്ക് ഫർദർ ചെക്കപ്പ് ചെയ്യാൻ സാധിക്കും. അല്പനേരം കൂടി കാക്കാം. എന്താ? ശരി ഡോക്ടർ. ഡോക്ടറും നഴ്സും കാത്തു നിൽക്കുകയാണ്. മോഹനചന്ദ്രന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടാൻ, വിരലൊന്ന് അനങ്ങിക്കിട്ടുവാൻ ഞാനും കാത്തു നിൽക്കുകയാണ്. എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? വാസ്തവത്തിൽ എനിക്ക് മോഹനചന്ദ്രനോട് ദേഷ്യമുണ്ട്. ഇന്ന് രാവിലെ ഇയാളിന്റെ കൈപ്പിടിയിൽ കിടന്നൊന്ന് പിടഞ്ഞതാണ്. ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡിലൂടെ ഇയാൾ 110 കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിക്കാൻ ശ്രമിച്ചു. ഡ്രൈവർ കാറിന്റെ അടിയിലാണെന്നാ തോന്നുന്നത്. ഏയ്, അത് ഡ്രൈവറൊന്നുമല്ല. കണ്ടില്ലേ, കോട്ടും സൂട്ടുമോ വേഷം. ഏതോ വലിയ സാറാണെന്നാ തോന്നുന്നത്. ഞരക്കം കേൾക്കുന്നുണ്ട്. താൻ വാ, നമുക്ക് അയാളെ പുറത്തെടുക്കാം. ഏയ്, നില്ല സംഗതി കേസായ കോടതി കയറി ഇറങ്ങാൻ സമയമുണ്ടോ നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. താൻ വെറുതെ പുലിവാലി പിടിക്കാതെ മാറി നിൽക്കണു. അത് മാത്രമല്ല, ദേ നോക്ക്, മണി ഇപ്പൊ രാവിലെ 10:30 ആയിട്ടില്ല. വണ്ടികളെല്ലാം വഴി നിപ്പാ. അതുകൊണ്ട് ഉടനെ പോലീസ് എത്തിക്കോളും. അതുവരെ കാത്താൽ ചിലപ്പോൾ ഇയാളെ ജീവനോടെ കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല, ദേ ചില്ല് പൊട്ടിയ ഭാഗത്തുകൂടെ മുഖത്തിന്റെ ഒരു വശം കാണുന്നുണ്ട്. ഇതാ ഒരു ട്രാഫിക് പോലീസുകാരൻ ഓടി വരുന്നുണ്ട്. അയാളോട് സഹായിക്കാൻ പറയാം. അങ്ങോട്ട് മാറിയിക്കടാ എല്ലാവനും. നോക്കിക്കൊണ്ട് നിൽക്കാനല്ലാതെ അപകടത്തിൽപ്പെട്ടയാളെ ഒന്ന് പുറത്തേക്കെടുക്കാൻ കൂടി ഒരുത്തരും തോന്നിയില്ലല്ലോ. സാറേ, ഈ ഡോർ ഒന്ന് ചവിട്ടിപ്പൊളിക്കാമെങ്കിൽ നമുക്ക് ഇയാളെ സുഖമായിട്ട് ഇങ്ങ് എടുക്കാം. ശരി, എങ്കിൽ വാ, നമുക്കൊന്ന് നോക്കാം. പതുക്കെ നോക്കി വേണം എടുക്കാൻ. ഇത് നമ്മുടെ മോഹനേന്ദ്രൻ സാറല്ലേ? സാറിന് ഇയാളെ അറിയാമോ? അറിയാമോന്ന് ഈ രാജ്യത്തെ പോലീസുകാർക്ക് മുഴുവൻ അറിയാമടോ. ഇദ്ദേഹമാണ് നമ്മുടെ ഹോം സെക്രട്ടറി മോഹനേന്ദ്രൻ IAS. ഓ, അത് ശരി. അതാണ് ഞാനും ഓർത്തത്. എവിടെയോ കണ്ടിട്ടുള്ള മുഖമാണല്ലോ എന്ന്. ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, സാഹിത്യകാരൻ കൂടിയല്ലേ ഇയാള്. ഈയിടെയും എന്തോ അവാർഡ് കിട്ടിയെന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഒന്ന് താങ്ങിപ്പിടിച്ച സഹായിക്കേ. നമുക്ക് ഏതെങ്കിലും വണ്ടിയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം. പുറത്ത് മുറിവൊന്നും കാണാനില്ല. അത് തന്നെ ഭാഗ്യം. അല്ല ചങ്ങാതി, താനെന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? അപകടത്തിൽപ്പെട്ട ആളെ നേരിട്ടറിയാമായിരുന്നോ? നേരിട്ടറിയാമെന്നോ? അറിയാം. അയാളുടെ കീഴ് ജീവനക്കാരനാ ഞാൻ. കാറിന്റെ അടിയിൽ കിടന്ന് തീർന്നു പോകണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അത് അവന്മാർ തോലച്ചു. ആദ്യമേ എനിക്കറിയായിരുന്നു അയാൾ ആ കാറിന്റെ അടിയിലെന്ന്. ചത്താൽ ആർക്കും ഒരു നഷ്ടമില്ലാത്ത ജന്മമാ. അതാ രക്ഷിക്കാൻ ശ്രമിക്കാത്തത്. പുറത്ത് മുറിവൊന്നും കാണാനില്ലാത്തത് തന്നെ ഭാഗ്യമെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ടില്ലേ? അയാൾക്ക് എന്തറിയാം? ദുഷ്ടന്മാർ പന പോലെ വളരുമെന്ന് പറയുന്നത് സത്യവാ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ടും അയാളെ കൊണ്ടുപോകാൻ ആ കാലനും തോന്നിയില്ലല്ലോ എന്നാ എന്റെ വിഷമം. കാലനും തോന്നിയില്ലെന്ന് കേട്ടില്ലേ? മനുഷ്യരെല്ലാവരും ഇങ്ങനെയാണ്. എല്ലാത്തിനും രണ്ടു പക്ഷം കാണാൻ ശ്രമിക്കും. പിന്നീടുള്ള പഴിയെല്ലാം എന്നെപ്പോലുള്ളവനും. രാവിലെ മരണത്തിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ മോഹനചന്ദ്രൻ എന്ന ഹോം സെക്രട്ടറി, എന്ന സാഹിത്യകാരൻ, എന്ന IAS-കാരൻ രോഗിക്ക് എന്താണ് ഭാവി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഇതിന്റെ ഉത്തരം എനിക്കറിയില്ല. കാരണം മരണത്തിന്റെ ഉത്തരവാദിത്വമേ എനിക്കുള്ളൂ. ജനനത്തിന്റെയും ജീവിതത്തിന്റെയും ഉത്തരവാദിത്വം മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യന് തന്നെയാണ്. ഡോക്ടർ, ഇദ്ദേഹത്തിന്റെ ചുണ്ടുകൾ അനങ്ങുന്നു. വെരി ഗുഡ്. പിന്നെ തല അല്പം ഉയർത്തി വെച്ചു കൊടുക്കും. ശ്വാസം നേരെ കിട്ടട്ടെ. സിസ്റ്റർ, പിന്നെ വേണമെങ്കിലേ അല്പം വെള്ളം കുടിക്കാൻ കൊടുക്കാം. ശരി ഡോക്ടർ. സ്ഥലം? സർ, ഡോണ്ട് വറി, യു ആർ സേഫ് നൗ. ഇത് ആശുപത്രിയാണ്. ആക്സിഡന്റ് നടന്നപ്പോ സാറിന് ഇവിടെ കൊണ്ടുവന്നു. സാറിനിപ്പോ എങ്ങനെ തോന്നുന്നു? എനിക്ക് പോണം. എനിക്കൊന്നുമില്ല. അല്ല, സാറിനൊന്നും പറ്റിയിട്ടില്ല.
പക്ഷെ നമുക്ക് ഇനിയും ചില ചെക്കപ്പുകൾ ചെയ്യാനുണ്ട്. അല്ല, സാറെന്താ എണീക്കുന്നേ? കിടക്കണം. സിസ്റ്റർ സിസ്റ്റർ ഒന്ന് പിടിക്കാം. നോ നോ, പിടിക്കണ്ട ഡോക്ടർ, എനിക്കൊന്നുമില്ല. ഐ എം ഓൾ റൈറ്റ്. എനിക്ക് ഉടൻ പോകണം. നോ സാർ, ചെക്കപ്പ് പൂർണ്ണമാവാതെ. എന്ത് ചെക്കപ്പ്? 1-2 ഇഞ്ചക്ഷനുകൾ ഇനിയുണ്ട്. പിന്നെ സ്കാൻ ചെയ്താലേ ഇന്റേണൽ ഇഞ്ചുറീസ് എന്തെങ്കിലും. അത് മാത്രമല്ല, രാജ്കുമാർ ഉടനെത്തും. ഏത് രാജ്കുമാർ? സാറിന്റെ അനന്തരവൻ DSP രാജ്കുമാർ. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓ, അയാളോ? ഒരു കാര്യം ചെയ്യാൻ ഡോക്ടർ, ഞാനിപ്പോ പോയിട്ട് ചെക്കപ്പിനായിട്ട് പിന്നെ വരാം. പക്ഷേ എന്ത് പക്ഷേ? Won't you see? I can manage myself. ഇനിയിപ്പോ ചെക്കപ്പ് ട്രീറ്റ്മെന്റും വേണമെങ്കിൽ തന്നെ അതിവിടെ ആകണമെന്നില്ലല്ലോ. എനിവേ, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. സാർ സാർ നിൽക്കണം സാർ, പ്ലീസ്. സിസ്റ്റർ അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലു, ചിലപ്പോ വഴി തന്നെ വീഴും. സാർ പ്ലീസ് താങ്ങിക്കോളൂ. സിസ്റ്റർ ഇല്ല, മരണത്തിന്റെ നോട്ടമേറ്റവന് രക്ഷപ്പെടുക എളുപ്പമല്ല. കാരണം മരണം മുറിവേൽപ്പിക്കുന്നത് ശരീരത്തിനെയല്ല, മനസ്സിനെയാണ്. പ്രിയപ്പെട്ട കേൾവിക്കാർ തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ നായകൻ ഇതുവരെ മരിച്ചിട്ടില്ല. അമിതാവേശത്തിൽ ആശുപത്രി മുറി വിട്ടിറങ്ങി ഓടുമ്പോൾ കുഴഞ്ഞു വീണെങ്കിലും 2 ദിവസത്തിലധികം അയാൾ അവിടെ കഴിഞ്ഞില്ല. ഇത് 3-ാം ദിവസമാണ്. ഡോക്ടറുടെയും നഴ്സിന്റെയും ആസ്പത്രി കാവൽക്കാരുടെയും കണ്ണുവെട്ടിച്ച് മോഹനചന്ദ്രൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് ഇവിടെ. ഈ സ്ഥലം ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലേ? ഇതൊരു പാർക്കാണെന്ന് പറയാം, എങ്കിലും അധികം ആൾക്കാരാരുമില്ലാത്ത ഒരിടം. മോഹനചന്ദ്രന്റെ അഭിപ്രായത്തിൽ ഇവിടം ഭൂമിയിലെ സ്വർഗമാണ്. കാരണം ഇവിടുള്ള ഒറ്റമരങ്ങളും പനന്തത്തകളും അണ്ണാർക്കണ്ണനും അല്പം അകലം വിട്ടൊഴുകുന്ന ആ നദിയും അയാൾക്കൊരാവേശമായിരുന്നു. സ്വന്തം കൃതികളിൽ ചിലതിന്റെ ബീജാഭാവം നടന്നത് ഇവിടെ വെച്ചാണ്. ദേ ആരോ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് കാര്യം. മോഹനചന്ദ്രൻ ഇത്ര നേരവും ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരായിരിക്കും അയാളുടെ അതിഥി? ഞാൻ വളരെ വൈകിയോ? സാരമില്ല, പണ്ടൊക്കെ എന്നും വൈകി എത്തിയിരുന്നത് ഞാനായിരുന്നല്ലോ. അതുപോട്ടെ, വസുമതിക്ക് സുഖം തന്നെയല്ലേ? എന്താ ചിരിക്കുന്നത്? വെറുതെ. മോഹൻ ഓർമ്മയുണ്ടോന്നറിയില്ല. നാം തമ്മിൽ കണ്ടിട്ടിപ്പോൾ 17 വർഷങ്ങളായി. ഇന്ന് ഈ വയസ്സായി തുടങ്ങിയപ്പോഴാണ് മോഹൻ എന്റെ സുഖമന്വേഷിക്കുന്നത്. അല്ല, അതിനാണോ എന്നെ ഇവിടെ? ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചല്ല ചോദിച്ചത്. വയസ്സായി തുടങ്ങിയപ്പോഴാണ് വസുമതിയെ ഓർക്കാൻ പറ്റിയതെന്നാണ് സത്യം. അല്ല, ആക്സിഡന്റിനെ തുടർന്ന് 2 ദിവസമായി ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ഏകാന്തമായ കിടപ്പിൽ മോഹനചന്ദ്രൻ IAS പഴയതുകൾ പലതും ഓർത്തു. ഓർമ്മകളുടെ ഒടുവിൽ എവിടെയോ ഈ പാവം വസുമതിയുടെ മുഖവും തെളിഞ്ഞു. അതല്ലേ സത്യം? ഞാൻ ആശുപത്രിയിലായ കാര്യം എങ്ങനെ അറിഞ്ഞെന്നാണോ? വളരെ സിമ്പിൾ. രാജ്യം ഭരിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഭാഷയുടെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, യൂണിവേഴ്സിറ്റിയിലെ വിശിഷ്ടാംഗം, വാഗ്മി എന്നിങ്ങനെ മോഹന്റെ വ്യക്തിത്വം വളരെ വലുതല്ലേ? അതുകൊണ്ട് തന്നെ പത്രത്തിൽ വന്ന വാർത്തയും വളരെ വലുതായിരുന്നു. അത് ശരി. അത് മാത്രമല്ല ശരി, മറ്റൊന്നുകൂടിയുണ്ട്. പത്രക്കാർ മറച്ചുവെച്ച ഒന്ന്. നിങ്ങൾ ലക്കും ലഗാനുമില്ലാതെ മദ്യപിച്ച് വണ്ടിയോടിച്ചപ്പോൾ വഴിയരികിൽ പലയിടത്തായി തട്ടിത്തെറിപ്പിച്ച 2 പേർ മരിച്ചു. 2 പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നോ? നോക്കൂ, കള്ളം പറയണ്ട. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് തയ്യാറാക്കിയ FIR-ലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലും നിങ്ങളെക്കുറിച്ച് മദ്യപാനിയെന്ന് എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ഓ യെസ്, നിന്നോട് തുറന്നു പറയുന്നോണ്ട് കുഴപ്പമില്ല. സംഗതി സത്യമാണ്. പക്ഷെ മനഃപൂർവ്വം അല്ല കേട്ടോ. ടെൻഷനാണ് എല്ലാത്തിനും കാരണം. യുനോ, ഐ എം എ ബിസി മാൻ. രാവിലെ കോൺഫറൻസ്, ഉച്ചയ്ക്ക് അബ്കാരി ലേലം, വൈകിട്ട് സാഹിത്യ സമ്മേളനം, രാത്രി പാർട്ടി. ഓ, കള്ളും കച്ചവടവും സാഹിത്യവും നല്ല കോമ്പിനേഷൻ. നൗ യു അണ്ടർസ്റ്റാൻഡ്.
ദാറ്റ് വാസ് മീ, മോഹനചന്ദ്രൻ IAS. ഇനി കാര്യം എളുപ്പമാകുമെന്ന് തോന്നുന്നു. അയാൾ തന്റെ അടങ്ങാത്ത ഇച്ഛാശക്തിയാൽ മരണത്തിനെയും മറികടന്നുവോ എന്ന് ഞാൻ സംശയിച്ചു തുടങ്ങുകയായിരുന്നു. ഇല്ല, 2 ദിവസം കട്ടിലിൽ തണുത്ത നിശബ്ദതയെ പുതച്ചു കിടന്നപ്പോൾ അയാൾ കൂട്ടിയ മനക്കണക്കുകൾ ശരിയാകുവാൻ ശരീരം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ദാ കണ്ടില്ലേ, അയാൾ ചുവച്ചു തുപ്പിയത് ചോരയാണ്. പക്ഷെ മിടുക്കൻ, അയാളത് ആ സ്ത്രീ കാണാതെ തൂവാല കൊണ്ട് തുടച്ചു കളഞ്ഞു. ആ സ്ത്രീ ആരാണവർ? എന്തിനാണിപ്പോൾ ഇവിടെ? നോക്കൂ മോഹൻ, നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം. ഏയ് വേണ്ട, എനിക്കൊരു അസുഖമില്ല. ആ നദിയിൽ നിന്നുള്ള തണുത്ത കാറ്റടിച്ചിട്ടാ ചുമ വന്നത്, അല്ല ഒന്നുമില്ല. ആട്ടെ, എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയത്? അതിതുവരെ മോഹൻ പറഞ്ഞില്ല. പറയാം. ഈ സ്ഥലം വസുമതിക്ക് ഓർമ്മയില്ലേ? 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനാണ് വസുമതി ഇവിടെ ആദ്യം കൊണ്ടുവന്നത്. അന്ന് നിനക്ക് ഇത്രയും വണ്ണമില്ല, നീണ്ട കോല് പോലുള്ളൊരു പെൺകുട്ടി. തലയിൽ മുല്ലപ്പൂ ചൂടിയിരുന്നു, വെളുത്ത വസ്ത്രങ്ങളായിരുന്നു നിനക്ക് നേരെ ഇഷ്ടം. ദൂരെ ദാ ആ നദീതീരത്തേക്ക് എന്നെങ്കിലും കൊണ്ടുപോകണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് മാത്രമല്ല, എന്നും നീ മറ്റൊന്നുകൂടി ആവശ്യപ്പെടുമായിരുന്നു. ഓർമ്മയുണ്ടോ എന്താണെന്ന്? ഓർമ്മയുണ്ട്. എന്നും ഞാൻ ആവശ്യപ്പെടും, എന്നെ മോഹൻ വിവാഹം കഴിക്കണം. എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. അത് കേട്ട് കേട്ട് മോഹൻ വല്ലാതെ മുഷിഞ്ഞു. അതല്ലേ ഒരു നാൾ ഉത്തരം പറയാതെ? അതൊക്കെ പഴയ കഥയല്ലേ വസുമതി. ഇന്ന് ഞാനതിൽ ദുഃഖിക്കുന്നു. തെറ്റ് തിരുത്താൻ ആഗ്രഹിച്ചാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് തന്നെ. മനസ്സിലായില്ല. വസുമതിക്ക് അറിയുമോ എന്നറിയില്ല, നിന്നെ വിട്ടതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓഫീസുമായി ബന്ധപ്പെട്ടവർ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ, എന്തിന് സാഹിത്യവുമായി ബന്ധപ്പെട്ട് പോലും പലരും വന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും നിനക്ക് പകരക്കാരിയായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും വിവാഹം കഴിച്ചതുമില്ല. പകരം ഓഫീസിൽ സ്ഥാനക്കയറ്റവും ബിസിനസ്സിൽ ലൈസൻസുകളും സാഹിത്യത്തിൽ അവാർഡുകളും നൽകി നന്ദി കാണിച്ചു അല്ലേ? വസുമതി, സോറി മോഹൻ, ഞാൻ ഇടയ്ക്ക് കയറി പറയരുതായിരുന്നു. സാരമില്ല, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ ആ സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായി. കാരണം നീ പണ്ട് ചോദിച്ചിരുന്നതിന്റെ ഉത്തരം നൽകാനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ? Stop it! മുഹൂർത്തം നന്നായിട്ടുണ്ട്. പകുതി പറഞ്ഞൊരു പ്രണയകഥയിലെ അവസാനത്തെ രംഗമാണെന്ന് തോന്നുന്നു. പക്ഷേ അസുഖകരമായ ഈ നിശബ്ദത അത് വേണ്ടായിരുന്നു. എന്തുകൊണ്ടതല്ലേ, ആ സ്ത്രീ അതാ തിരിഞ്ഞു നടക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചു വസുമതി ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. പുഞ്ചിരിക്കണ്ട, പക്ഷെ ഒരു നോട്ടം. നമ്മുടെ നായകന് അത് ഏറ്റവും അത്യാവശ്യമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ജീവിതം ചിലപ്പോഴങ്ങനെയാണ്. 1 കോടി വാക്കുകൾക്ക് പകരം നിൽക്കാൻ ഒരു നോട്ടം മതി. ഞാൻ പറയുന്നു, മനുഷ്യന്റെ മുഖമാണ് ഭാവപ്രപഞ്ചങ്ങളുടെ ഏറ്റവും നല്ല വ്യാകരണ മാതൃക. ഒരു നോട്ടം കൊണ്ട് പ്രണയിക്കാം, കലഹിക്കാം, കരയാനും കാത്തിരിക്കാനും കൽപ്പിക്കാനും കത്തിയിരിക്കാനും ഒരേ ഒരു നോട്ടം മതി.
ഈ സന്ദർഭത്തിൽ മോഹനചന്ദ്രൻ ഇതിലേതാണ് ആഗ്രഹിച്ചത് എന്നറിയില്ല. ഏതായാലും അയാൾ മുഖം കൈകൊണ്ട് മറച്ച് ഒരു കൽബെഞ്ചിൽ ഇരിക്കുകയാണിപ്പോൾ. തൽക്കാലം ഞാനൊന്ന് അടുത്ത് ചെന്നിരിക്കാം. ഒരു സാമീപ്യം അയാൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. മരണാസന്നനാകയാൽ ചിലപ്പോൾ അയാൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞേക്കും. ആരാ? ക്ഷമിക്കണം, ഞാൻ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. കുറച്ച് അകലത്ത് നിന്ന് വന്നതാണ്. ഇവിടെ അല്പനേരം ഇരിക്കാമെന്ന് കരുതി. ആ, ശരി ശരി, ഇരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്നോട് വർത്താനം പറയാൻ ശ്രമിക്കരുത്. ഇല്ല സാർ, അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനിവിടുന്ന് അനങ്ങില്ല. ശ്വാസം വിടുന്ന ശബ്ദം പോലും ഉണ്ടാക്കില്ല. നിങ്ങൾ ആളെ കളിയാക്കുക? ഒരിക്കലുമല്ല സാർ. മറ്റുള്ളവരെ ഉപദ്രവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങിവിടെ വന്നത് തന്നെ ഏകാന്തത ആഗ്രഹിച്ചാണ് എന്നെനിക്ക് ഊഹിക്കാനാവും. അപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചത് തന്നെ തെറ്റ്. തെറ്റിന്റെ മുകളിൽ മറ്റൊരു തെറ്റ് അക്ഷന്തവ്യമായ തെറ്റാണല്ലോ. നിങ്ങൾ ആള് കൊള്ളാമല്ലോ, വാക്കുകളിൽ നല്ല രസികത്വം. എന്താ നിങ്ങളുടെ ജോലി? നല്ല ജോലിയാണ് സാർ, ഒരിക്കലും ക്ഷാമമില്ലാത്ത ജോലി. ഭൂമിയിൽ എവിടെയും ചെയ്യാൻ പറ്റും. ഭാഷയുടെയും ദേശത്തിന്റെ അതിർവരമ്പുകളില്ല. വ്യക്തമായില്ല. ഉത്തരം ലളിതമാണ്. മനുഷ്യനെ പാട്ടിലാക്കുക, അതാണ് എന്റെ പണി. പാട്ടിലാക്കുവോ? എന്താണ് അതിന്റെ അർത്ഥം? അതെ, ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഒരേ ഒരർത്ഥം. പാടുക, പാട്ടിലാക്കുക, അത്രയേ ഉള്ളൂ. സോ യു ആർ എ സിംഗർ, റൈറ്റ്? വെൽ, ഐ ലൈക്ക് സിംഗേഴ്സ്. സൈഗാൾ, റാഫി, യേശുദാസ്, ഗ്രേറ്റ് പീപ്പിൾ, യു നോ. കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എപ്പോഴും പാടുന്ന ഒരു കൊച്ചു റേഡിയോ ആയിരുന്നു. 4ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഹെഡ് മാസ്റ്റർ സമ്മാനിച്ച അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഈ ലോകം തന്നെ എൻ്റെ കൈക്കുമ്പിളിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു ചെറിയ പെട്ടിയിൽ ശബ്ദങ്ങളുടെ വലിയൊരു ലോകം. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ മാറ്റിമറിച്ച ആദ്യത്തെ വസ്തു റേഡിയോ ആണ്. അല്ല, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പോൾ അധികം വർത്തമാനം പറയുന്നത് സാറാണ്. ഓ യെസ് യെസ്, ഞാൻ അങ്ങനെയാ. പെട്ടെന്ന് മൂഡുകൾ ചേഞ്ച് ചെയ്യും. മനഃപൂർവ്വമല്ല, ശീലിച്ചത് അങ്ങനെയാണ്. വയസ്സ് 58 അതൊന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പോ. ഫലമുണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ശരിയാണ്, ശീലങ്ങൾ മാറ്റുക എളുപ്പമല്ല. There you are. എന്തോ എനിക്ക് നിങ്ങളോടൊരു അടുപ്പം തോന്നുന്നു. സംസാരിക്കാനൊരു മൂഡ്. ക്ഷണിക്കപ്പെടാതെ വന്നതാണെങ്കിലും നിങ്ങളുടെ ഈ സാന്നിധ്യം മുൻ നിശ്ചയിക്കപ്പെട്ടതുപോലൊരു തോന്നൽ. ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥി മരണമാണെന്നൊരു പറച്ചിലുണ്ട്. ഞാനും അത് വായിച്ചിട്ടുണ്ട്. ഒന്നോർത്താൽ നല്ല രസമായിരിക്കും അത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബർഗ്മാന്റെ 7ാം മുദ്ര എന്ന സിനിമ തുടങ്ങുന്ന അങ്ങനെയാ. നായകനും മരണവും തമ്മിൽ ചതുരംഗം കളിക്കുന്നു. സിനിമയുടെ അവസാനം വരെ അത് നീളും. സാറിന് സിനിമയെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു. സിനിമ മാത്രമല്ല, കഥ, കവിത, നാടകം, ചിത്രകല തുടങ്ങി ഭൂമി മലയാളത്തിൽ ഞാൻ കൈവെക്കാത്ത വിഷയങ്ങളില്ലെന്ന് പറയാം. നിങ്ങൾക്കറിയാമോ, വാത്സ്യായൻ എന്റെ കാമശാസ്ത്രത്തിനൊരു അനുബന്ധം രചിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. മെറ്റീരിയൽസ് ഒക്കെ റെഡിയാണ്. ഇനി അല്പം പ്രാക്ടിക്കൽ പെർഫെക്ഷനുള്ള ശ്രമമാണ്. എന്തൊരു തമാശയാണെന്ന് നോക്കൂ. ഇവിടെ ഒരാൾ മരണത്തിന്റെ മുഖത്ത് നോക്കി രതിയുടെ വീരസ്യം വിളമ്പുന്നു. കഷ്ടം. But I tell you the truth, എനിക്കിതൊക്കെ ബോറടിച്ചു തുടങ്ങി. ഇനി അല്പം ആധ്യാത്മികമായാലോ എന്നാണ് ചിന്ത. ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ. പ്രശ്നം ഫാഷനാണെന്ന് തോന്നുന്നില്ല. സാറിന് റിട്ടയർമെന്റ് അടുത്തു അല്ലേ? Shut up. I'm sorry, ഞാൻ ഒരു നിമിഷം എമോഷണൽ ആയില്ലേ? ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. സാറിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. 4-5 ദിവസം മുമ്പാണ് ഈ ഇഷ്ടക്കേടിനെ ഞാൻ തിരിച്ചറിഞ്ഞത്. അത് മറക്കാൻ ഞാൻ മൂക്കറ്റം മദ്യപിച്ചു. അതൊരു ആക്സിഡന്റിൽ കലാശിക്കുകയും ചെയ്തു. നാശം. അപ്പോൾ അതാണ് കാര്യം. മോഹനചന്ദ്രൻ IAS റിട്ടയർമെന്റിന് ഡിപ്രഷനിലാണ്. സാർ, എന്നിട്ട്? പക്ഷേ യൂസി,
ഐ ഹാവ് ദ പവർ ടു ഓവർകം ഇറ്റ്. CM മുതൽ ക്ലാസ് 4 വരെ ആഭ്യന്തരം നോക്കുന്നത് ഞാനാ. കോൺഫിഡൻഷ്യൽ ഫയലുകളെല്ലാം കളിച്ചീട്ടുകൾ പോലെ എൻ്റെ ഈ കൈകൾക്കുള്ളിൽ വിടർന്നിരിപ്പുണ്ട്. തുറുപ്പുകുലാൻ ഇറക്കിയിട്ടാണെങ്കിൽ ശരി, ഞാൻ എൻ്റെ സർവീസിനൊരു എക്സ്റ്റൻഷൻ വാങ്ങിക്കും. മോഹനചന്ദ്രൻ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ മനസ്സില്ലെന്ന് കൂട്ടിക്കോ. സാർ വീണ്ടും വികാരാധീനാകുന്നു. സ്വരത്തിൽ ഇത്രയും ധാർഷ്ട്യം വേണ്ട. ഞാനൊരു പാവം പാട്ടുകാരനാണ്. ഓ യെസ് യെസ്, ഞാനത് മറന്നു. ഐ ആം സോറി. ബൈ ദ വേ, നമുക്ക് അല്പം നടന്നാലോ? എങ്ങോട്ടാ നടക്കുക? നമുക്ക് ആ നദീതീരത്തേക്ക് നടക്കാം. തീരത്തെത്തിയാൽ പിന്നെ നദി തുടങ്ങുന്നിടത്തേക്ക്. അവിടെ എത്തിയാൽ അതപ്പോഴല്ലേ തൽക്കാലം നടന്നു തുടങ്ങാം. നാശം, നമ്മുടെ പദ്ധതി മുടങ്ങുന്ന ലക്ഷണമാ. ദേ എന്നെ തിരക്കി ആളെത്തി. ആരാത്? എന്റെ അനന്തരവൻ. പോലീസിലാ. പേര് രാജ്കുമാർ. പേരിന് നേരെ ഓപ്പോസിറ്റാ പ്രവൃത്തിയൊക്കെ. എ ക്രൂക്കറ്റ് ക്രോക്കഡൈൽ. വല്ലാത്തൊരു വിശേഷണമാണല്ലോ അത്. സാറിന് അയാളെ ഇഷ്ടമല്ലേ? എങ്ങനെ ഇഷ്ടപ്പെടും? അവന്റെ തള്ളയുണ്ടല്ലോ, എന്റെ സഹോദരി, തോന്നിയവാസം കാണിച്ച മറ്റൊരു ജാതിക്കാരനെ കിട്ടിയത്. അന്ന് ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചു. പിന്നെ ഇപ്പോൾ? അതല്ലേ പറഞ്ഞത്, ഇത്ര നാളും ഞാൻ ഒറ്റത്തടിയായിട്ടാണ് ജീവിച്ചത്. അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത സഹോദരിയും മകനും എല്ലാം ഒരാഴ്ചയായിട്ട് ഇപ്പൊ എന്റെ പുറകിലാ. ഞാൻ മരിക്കാൻ പോണെന്ന അവരുടെ വിചാരം. മരിച്ചാൽ ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവർക്ക് കിട്ടുമല്ലോ. അതാ ഈ സേവനവും ശുശ്രൂഷയൊക്കെ. കഷ്ടം. ഇതാണ് മനുഷ്യപ്രകൃതം. മരണം സ്വന്തം മുന്നിൽ വന്ന് പാട്ടിലാക്കാൻ നിൽക്കുമ്പോഴും അവൻ ചിന്തിച്ചുഴർന്നത് സമ്പത്ത് അന്യാധീനപ്പെടുന്നതിലാണ്, ബന്ധങ്ങളുടെ വൈരാഗ്യം തീർക്കുന്നതിലാണ്. മൈ ഗുഡ്നസ്, ഞാൻ എന്തുമാത്രം പരിഭ്രമിച്ചെന്നറിയാമോ? അമ്മാവൻ നല്ല പണിയാ കാണിച്ചത്. റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞല്ലേ? അഥവാ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ? ഞങ്ങൾ ആരെങ്കിലും കൂടെ വരുമായിരുന്നല്ലോ. എനിക്കാരും കൂട്ടുവേണ്ട. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്കറിയാം. ആയിക്കോട്ടെ, അമ്മാവന്റെ നിർബന്ധ ബുദ്ധിക്ക് ഞങ്ങൾ ആരും തടസ്സമല്ല. പക്ഷെ അതിന് ഈ തണുപ്പിൽ വന്ന് നിൽക്കണോ? വരൂ, വീട്ടിൽ പോകാം. വേണ്ട, ഞാനിവിടെ ഒരാളുമായി സംസാരിച്ചിരിക്കുക. നദീതീരത്തേക്ക് നടക്കാൻ തുടങ്ങായിരുന്നു ഞങ്ങള്. നീ വയ്ക്കോ, ഞാൻ എത്തിക്കോളാം. അതിനാരാ കൂടെ ഉള്ളത്? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചാണ്. ഒരുപക്ഷെ എനിക്ക് മുമ്പേ നദീതീരത്തേക്ക് നടന്നിരിക്കും. ഞാൻ കൂടെ ചെല്ലട്ടെ. മാറ. അമ്മാവ നിൽക്കൂ. നിൽക്കാൻ അത്ര വേഗത്തിൽ നടക്കരുത്, വീഴും. അമ്മാവാ, അമ്മാവാ. ഇല്ല, മോഹനചന്ദ്രന്റെ അധീനത്തിലല്ല ശരീരം. പക്ഷേ മനസ്സിടറി വീണിട്ടില്ല ഇതുവരെ. മരിക്കും മുമ്പ് അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും. എന്താണത്? എന്താണത്? സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ. മരണത്തെ നിങ്ങൾ എവിടെയൊക്കെ പ്രതീക്ഷിക്കും? ഒരു കൊടും വളവിൽ, തുഴ നഷ്ടപ്പെട്ട സമുദ്രമധ്യത്തിൽ, 14 നില കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ, ഒരു മുഴം കയറിൽ, റെയിൽ പാളത്തിൽ, ഒരു കോപ്പ് വിഷദ്രാവകത്തിൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഒരു ബാറാണ്. അധികം തിരക്കില്ലാത്ത, വലിയവർ മാത്രം വരുന്ന, എന്നാൽ മരണം പതിയിരിക്കുന്ന ഒരു മദ്യവിൽപ്പനശാല. ഈ ബാറിന്റെ തെക്കേ കോണിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സേവനം പകുതിയാക്കപ്പെട്ട ഒരു മേശയ്ക്ക് ചുറ്റും 3 പേരിരിക്കുന്നു.
ഒരാൾ നമ്മുടെ നായകൻ. ഓ, അത് ഞാൻ പറയാൻ മറന്നു. മോഹനചന്ദ്രൻ IAS ഇതുവരെ മരിച്ചിട്ടില്ല. ശരീര ദൗർബല്യം കൊണ്ട് വീണ്ടും വീണ്ടും കുഴഞ്ഞു വീഴുന്നു എന്നുള്ളത് നേര് തന്നെ. പക്ഷേ ജീവിതാസക്തി വീണ്ടും വീണ്ടും ഉയർപ്പിച്ചു. ഇന്നിപ്പോൾ ഡോക്ടറെയും ബന്ധുക്കളെയും ഉപദേശങ്ങളെയും മറികടന്ന് സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കാനെത്തിയതാണ്. സുഹൃത്തിലൊരാൾ കവി, മറ്റൊരാൾ നിരൂപകനാണ്. ആരുണ്ടവിടെ പോകാനാരോ വന്നു വിളിക്കുന്നു. മോഹന, താൻ എന്താ ഇങ്ങനെ വയലന്റ് ആകുന്നേ? അവൻ വെറുതെ ഒരു പാട്ട് പാടിയതല്ലേ. വെറുതെ അല്ല, മനഃപൂർവ്വ. മദ്യം കൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോ ഇവൻ മരണത്തെ കുറിച്ച് പാടുന്നു. അങ്ങനെ എന്നെ തളർത്താമെന്ന് ആരും വിചാരിക്കണ്ട. ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോ ഇവൻ മരണത്തെ കുറിച്ച് പാടുന്നു. അങ്ങനെ എന്നെ തളർത്താമെന്ന് ആരും വിചാരിക്കണ്ട. സാഹിത്യ നഭസിൽ മോഹനചന്ദ്രൻ എന്ന നക്ഷത്രത്തിന് സ്വന്തമായ ഒരു സ്ഥാനമുണ്ട്. ഇവന്റെ പീറ കവിതകൾ കൊണ്ട് അതിൽ ഇരുട്ട് വരുത്താൻ ഒക്കില്ല. ഇതാ ഇപ്പൊ നന്നായേ. എന്റെ കൊച്ചേട്ടാ, വെറുതെ ഇല്ലാ വചനം പറയരുത്. കുടിച്ചത് തലയ്ക്ക് പിടിച്ചോണ്ടാ ഇങ്ങനെ ഓരോന്ന് തോന്നുന്നത്. എങ്ങനെ ഓരോന്ന് തോന്നിയെന്ന്? എടാ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. എന്നെ തോൽപ്പിക്കാൻ സാഹിത്യ അക്കാദമി ലോബി ഉണ്ടാക്കിയവനല്ലേടാ നീ. അധികം ബഹളം ഉണ്ടാക്കരുത്. ഇത് ബാറാണ്. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൊഫസറെ, ഞാൻ പോവുക. കൊച്ചേട്ടൻ നിർബന്ധിച്ചത് കൊണ്ടാ ഞാനിവിടെ വന്നിരുന്നത്. സുഖമില്ലാത്ത മനുഷ്യനെ വിഷമിപ്പിക്കണമെന്ന് കരുതി. അതിപ്പോ കുരിശാകുന്ന ലക്ഷണമാണ്. അതേടാ, ഞാനിപ്പോ നിനക്കൊരു കുരിശാ. നിന്നെ പോലെ ഞാൻ കൈപിടിച്ചുയർത്തിയ കുറെ കവികളും കഥാകാരന്മാരും ഇവിടെ ഉണ്ട്. അവനൊക്കെ ഞാൻ ഇന്നൊരു കുരിശാ. നീ നോക്കിക്കോ, വിത്തിൻ 24 hours നിന്നെയൊക്കെ ഞാൻ സാഹിത്യത്തിൽ തന്നെ ഔട്ടാക്കും. ഔട്ടാക്കാൻ ഇതെന്താ ക്രിക്കറ്റ് കളിയാണോ? എന്റെ കൊച്ചേട്ടാ, നിങ്ങൾക്ക് മരണം അടുത്തതിന്റെ ആധിയാ. കൂടെ തലയ്ക്കകത്ത് ഇപ്പൊ കള്ളും. പിന്നെ ഞാനിവിടെ നിന്നാൽ നമ്മൾ തമ്മിൽ അടിയാവും. എന്നെ വിട്ടേരെ, ഞാൻ പോണു. ഓടാ ഓ. അല്ലെങ്കിലും നിനക്കൊന്നും എന്റെ കാലിലെ 2 രോമത്തിന്റെ വില പോലും ഇല്ല. ഇതാ നിന്റെ കുഴപ്പം. ലോകത്തോട് മുഴുവൻ ഒരു പുച്ഛഭാവം. സോറി മോഹന, യു ആർ സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. I am selfish. I am self-centered. And you know, I am a self-made man. Not a beggar like you. I am not a beggar. മോഹന മോഹനൻ വീണു. അല്ല, എനിക്ക് തെറ്റി. ഒരു സെൽഫ് മെയ്ഡ് മാൻ വീണു. ഇതൊരു രാത്രിയാണ്. പ്രശാന്ത സുന്ദരം എന്ന് പറയുക വയ്യ. എങ്കിലും അല്പം ചന്തമുള്ളൊരു രാത്രിയെ നിങ്ങൾ തന്നെ ഓർമ്മകളിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. ബാറിലെ വീഴ്ച കഴിഞ്ഞ് 5ാം രാത്രിയാണിത്. സ്വന്തം വീടിന് മുന്നിലെ പുൽത്തകടിയിലൂടെ മോഹനചന്ദ്രൻ അതാ ഉലാത്തുന്നു. അയാൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ വാച്ചിലേക്കും വീടിൻ്റെ ഗേറ്റിലേക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അതാ അവിടെ ആരോ എത്തി. അനന്തരവൻ രാജ്കുമാറാണ് ഒന്ന്. കൂടെയുള്ള സ്ത്രീ അയാളുടെ അമ്മയായിരിക്കണം. അതായത് മോഹനചന്ദ്രന്റെ സഹോദരി. അവരിതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. വൈകിയപ്പോ നിങ്ങൾ ഇനി വരില്ലെന്ന് വിചാരിച്ചു? ഏയ്, അതില്ല. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ജീവിതത്തിൽ ആദ്യമായി നീ എന്നെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ? ഈ രാത്രി തന്നെ പുറപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അമ്മാവൻ എന്താ പുറത്തിറങ്ങി നിൽക്കുന്നത്? മഞ്ഞുകൊണ്ടാൽ ശരീരത്തിന് കേടല്ലേ? സാരമില്ല. അകത്തേറെ നേരം ഇരുന്നപ്പോ വല്ലാത്ത വിമിഷ്ടം തോന്നി. എങ്ങനെ തോന്നാതിരിക്കും? വലിയൊരു വീടും കെട്ടി അതിനുള്ളിൽ ഒറ്റയ്ക്ക് അടയിരിക്കുകയല്ലേ? വർഷം എത്രയായി? എൻ്റെ കാര്യം പോട്ടെ, എനിക്ക് മറ്റൊരു വീടും കുടുംബവും ഉണ്ട്. പക്ഷെ അമ്മ ഇപ്പോഴും ആ പഴയ ചെറ്റക്കുടിലാണ്.
നിനക്കവരെ ഒരു ദിവസത്തേക്കെങ്കിലും ഇവിടേക്ക് ക്ഷണിക്കാമായിരുന്നു. എന്നെ മാത്രം എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ചേച്ചിക്കുമാകാമായിരുന്നല്ലോ. സമ്മതിച്ചു, ഞാൻ ഏറെ ശ്രമിച്ചതുമാണ്. പക്ഷെ അമ്മ വന്നില്ല. വരില്ല, എനിക്കറിയാം. ആ നാശം പിടിച്ച കുളിൽ തന്നെ പുഴുത്തരിച്ചവർ മരിക്കും. അതാണ് വിധി. മോഹന, നീ സ്വയം മറന്ന് സംസാരിക്കരുത്. ദ്രവിക്കാൻ കിടക്കുന്ന ആ ശരീരമാണ് നിന്നെ നീ ആക്കിയത്. എനിക്കതറിയാം. എത്ര വളർന്നാലും എനിക്ക് തള്ളിക്കളയാനാവില്ല. മരിച്ചിട്ട് മരിക്കാനാവാതെ എന്നെ ഈ അലട്ടുന്നത് നരകം പിടിച്ച അറിവാണ്. ഓഹ്, കഷ്ടം. മോഹന, നീ ശാന്തമാകാൻ ശ്രമിക്ക്. ഞാനൊന്നും നിന്നെ ഓർമ്മിപ്പിക്കരുതായിരുന്നു. പോട്ടെ. ആ, നിനക്ക് സുഖമില്ലാത്തതല്ലേ? വാ, നമുക്ക് അകത്ത് കയറിയിരിക്കാം. വേണ്ട, ഇത്ര നാളും നിങ്ങളെ ആരെയും ഞാൻ ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിച്ചില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നാളെ ഞാൻ മരിച്ചാൽ ഈ വീട് എന്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്കുള്ളതാണ്. അത് പറയാനാ വിളിപ്പിച്ചത്. ഞങ്ങൾക്കോ? അമ്മാവൻ എന്താ ഈ പറയുന്നത്? നീ എന്താ അതിശയം പോലെ ചോദിക്കുന്നത്? ഞാൻ മരിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലേ വീണ അന്നു മുതൽ നീ എന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ചെറ്റത്തരം പറയരുത്. അമ്മാവനാണോ നോക്കില്ല. എന്റെ നാക്ക് വളരെ ചീത്തയാ. രാജാ, അമ്മ കേട്ടില്ല അയാൾ പറഞ്ഞത്. സ്വത്ത് കണ്ടിട്ടാണ് അത്രേ ഞാൻ അയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞാൻ പലതവണ പറഞ്ഞതാ ഇത്രയും നാളില്ലാത്ത ഒരു അമ്മാവൻ ബന്ധം വേണ്ടാന്ന്. അമ്മയ്ക്കായിരുന്നല്ലോ സങ്കടം. എന്നെ നിലത്ത് നിർത്താതെ അയാളുടെ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ കേട്ടില്ലേ? തൃപ്തിയായെങ്കിൽ പോകാം. മോഹന, നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കണമായിരുന്നു. രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ടാകുമെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റിപ്പോയി. എന്റെ അച്ഛൻ പറഞ്ഞതാ ശരി. ഇയാളുടെ മനസ്സ് മുഴുവൻ ഇപ്പോഴും അച്ഛനോടുള്ള പകയാ. സർവീസിലിരുന്ന കാലം മുഴുവൻ മേലധികാരത്തിന്റെ ഗർവിൽ ഇയാൾ അച്ഛനെ ദ്രോഹിച്ചു. തന്നെ ധിക്കരിച്ചിറങ്ങിയ സഹോദരി കഷ്ടപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. നിർത്ത്. കുറെ നേരമായല്ലോ നീ കിടന്ന് ചേലയ്ക്കുന്നു. അധികം വർത്താനം വേണ്ട. നീ ഇപ്പോഴും എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുത്തനാ. അത് ഓർത്താ കൊള്ളാം. ഓർത്തില്ലെങ്കിലോ? ഇയാൾ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയോ? രാജാ, അമ്മയൊന്നും മിണ്ടാതിരിക്കെ. ഇതുവരെ ഒരാളും നേർക്ക് നേർ നിന്ന് വർത്തമാനം പറയാത്തതാ ഇയാളുടെ കുഴപ്പം. പണവും അധികാരവും അഹന്തയും കൊണ്ട് മത്ത് പിടിച്ചപ്പോ ലോകം സ്വന്തം കാൽക്കീഴിലാണെന്ന് ഇയാൾ കരുതി. സാരമില്ല, നാളെ കഴിയുമ്പോ അത് തെറ്റാണെന്ന് അറിഞ്ഞോളും. നാളെ നീ എന്നെ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ സർക്കാർ ചെയ്തോളൂ. നിങ്ങളുടെ സർവീസ് നീട്ടേണ്ട എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മോഹനചന്ദ്രൻ IAS റിട്ടയർ ചെയ്ത് ഇറങ്ങിയേ പറ്റൂ. എന്താ, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതിയില്ല അല്ലേ? എന്നാൽ ഓർത്തോ, നാളെ മുതൽ ഇയാളുടെ എല്ലാ അഹങ്കാരവും അസ്തമിക്കും. അടിച്ചമർത്തിയിരുന്നവരെല്ലാം തിരിച്ചടിക്കാൻ വരും. ചിരിച്ചു കാണിച്ച സഹപ്രവർത്തകർ സർവീസിൽ അഴിമതി ആരോപിച്ച് നിങ്ങളുടെ പെൻഷൻ പോലും തടഞ്ഞു വെക്കും. കോടതിയും കേസുകളും വേറെ. ചെയ്തതിനെല്ലാം അനുഭവിച്ച് മരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല. മതി നിന്റെ അധിക പ്രസംഗം. വാ, പോക. മോഹന, നീ അവനോട് ക്ഷമിക്ക്. ഒരു വഴക്കിനല്ല ഞാനിവിടെ വന്നത്. സുഖമില്ലാത്ത നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു. സന്തോഷമായി. ഇനി പോവാണ്. നിലാവിൽ നിൽക്കുന്ന ഒരു വിളറിയ പ്രതിമയാണിപ്പോൾ മോഹനചന്ദ്രൻ. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ കലങ്ങമറിയുന്നുണ്ടാവാം. ഞാൻ കൂടെ ഉള്ളപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? അല്ല, നിങ്ങളും കേട്ടതാണല്ലോ. പരിഹാസത്തിന്റെ പൊട്ടിച്ചിരിയുമായി പൂർവകാമുകി അകന്നുപോയി. സാഹിത്യത്തിൽ ഒരു നിഷേധക്കുറിപ്പ് പോലെ ചെറുപ്പക്കാരനായ കവി തള്ളിപ്പറഞ്ഞു. പല്ലുകൊഴിഞ്ഞ ഒരു സിംഹത്തിന്റെ നിസ്സഹായതയിലേക്ക് തള്ളിയിട്ട് അനന്തരവൻ ഇപ്പോൾ പോയതേയുള്ളൂ. ഒന്നോർത്താൽ മോഹനചന്ദ്രന് ഇനി രണ്ടാം മരണമേ ഉള്ളൂ. അയാൾ ഇപ്പോൾ തന്നെ ഒരു ജീവച്ഛവമാണ്. മരണം പോലും പരാജയപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. ഈ നാടകത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങളത് കേട്ടറിഞ്ഞതാണല്ലോ. പക്ഷേ ഇന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞേ പറ്റൂ
എന്നുള്ള അറിവ് മോഹനചന്ദ്രനെ തകർത്തിരിക്കുന്നു. കയ്യിൽ നിന്ന് നിമിഷങ്ങൾ വഴുതിപ്പോകുന്ന പരിഭ്രമത്തിലാണ് അയാൾ. ഇത് അയാളുടെ ഓഫീസ് മുറിയാണ്. രാവിലെ 8 മണി മുതൽ അയാൾ ഫയലുകൾ നോക്കുന്നു. നിരന്തരമായ ജോലി. കീഴ്ജീവനക്കാരും ശിപായിയും എല്ലാം അന്താളിപ്പോടെ ശ്രദ്ധിക്കുന്നുണ്ട്. ദാ അവരിൽ ചിലർ ഓഫീസിന്റെ ഇടനാഴിയിൽ കൂടി നിൽക്കുന്നു. എന്താണ് അവർ പറയുന്നത് ശ്രദ്ധിക്കാം. എന്റെ ബലമായ സംശയം മോഹനേന്ദ്രൻ സാറിന് എന്തോ ബാധ കയറിയെന്ന്. ബാധയോ? ഇയാൾ എന്താ ഈ പറയുന്നേ? സത്യം. അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഞാൻ ഈ ഓഫീസിൽ ശിപായി പണി ചെയ്യുന്നത്. സാറിന്റെ ഫയൽ ചുമക്കുന്ന തൊട്ട് അലക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വരെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര രാവിലെ ഇവിടെ വരുന്നതും ഇത്ര ശുഷ്കാന്തിയോടെ ജോലി ചെയ്യുന്നതും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അതും റിട്ടയർ ചെയ്യുന്ന ദിവസം. ഇതിന്റെ ആവശ്യം എന്താ? സംഗതി സത്യമാ. പക്ഷെ കേറിയ ബാധ നല്ലതാണെന്ന് ഞാൻ പറയും. അതെന്താ ശ്രീകുമാരിയമ്മ അങ്ങനെ പറയുന്നത്? കാരണമുണ്ട്. ഞാൻ ഇന്ന് വരാൻ ഒരല്പം താമസിച്ചു. ഇങ്ങേരെ ആക്സിഡന്റ് പറ്റി കിടപ്പാണല്ലോ എന്ന ധൈര്യത്തിലാ താമസിച്ചത്. പക്ഷെ വന്നപ്പോഴുണ്ട് ആള് സീറ്റിലിരിക്കുന്നു. 1/2 ദിവസത്തെ ലീവോ കാത് നിറയെ ശകാരമോ പ്രതീക്ഷിച്ച ഒപ്പിടാൻ ക്യാബിനിൽ കയറിയത്. പക്ഷേ കക്ഷി ഒരു അക്ഷരം മിണ്ടിയില്ല. അതിനേക്കാൾ അത്ഭുതം മറ്റൊന്നാ. മുന്നിലൊരു സ്ത്രീ രൂപത്തെ കണ്ടാൽ അങ്ങേർക്ക് ഒരുതരം വൃത്തികെട്ട നോട്ടവും ചൊറിയുന്ന വർത്തമാനവും പതിവുള്ളതാ. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഒന്ന് തല പൊക്കി നോക്കിയത് പോലും ഇല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കയറിയ ബാധ നല്ലതാ. ബാധയുടെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഫൈനാൻസ് സെക്രട്ടറി അയ്യർ സാറിനെ പാര വെച്ച് പെൻഷൻ പോലും കിട്ടാതാക്കി പറഞ്ഞയച്ചത് ആരാ? ഈ മോഹനേന്ദ്രൻ സാറ്. അയ്യർക്കല്പം കുട്ടിച്ചാത്തനും കാളി കൂളി സേവയൊക്കെ ഉള്ളത് അറിയാമല്ലോ. മോഹന സാറിന്റെ ആക്സിഡന്റ് പോലും അയ്യർ സാറിന്റെ കുട്ടിച്ചാത്തന് വിളയാട്ടമാണോ എന്ന് സംശയിക്കണം. എന്ത് ബാധയായാലും ശരി, ദേ ഇയാളൊന്ന് തൊലഞ്ഞു പോണേന്നാ എന്റെ പ്രാർത്ഥന. ദുഷ്ടൻ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കാതെ സീറ്റിൽ പോയിരിക്കേ. ഇനി ഇതിന്റെ പേരിൽ സാറിന് ഒരു മെമ്മോ അടിച്ചിറക്കണ്ട. ചെല്ല് ചെല്ല്. ഇങ്ങനെയാണെങ്കിൽ കാലൻ അവിടെ നിന്ന് ഒരാളെ മെമ്മോ കൊടുത്ത് ഇങ്ങി വിടുമെന്ന് പറഞ്ഞേരെ. മെമ്മോ എന്റെ കയ്യിലിരിപ്പുണ്ട് സുഹൃത്തേ. പക്ഷേ മോഹനചന്ദ്രൻ അത് കൈപ്പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്താ സാർ വിളിച്ചത്? ഈ ഫയലുകളെല്ലാം സെക്ഷനിൽ കൊണ്ടുവെക്കണം. ശരി സാർ. അല്ല, പുറത്തെന്താ ആൾക്കാർ കൂടി നിന്ന് സംസാരിക്കുന്ന കേട്ടല്ലോ. എന്താ കാര്യം? അത് എല്ലാവരും സാറിനെ പറ്റിയ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് സാർ. ഞാൻ ചാകാത്തതിലല്ലേ? സാർ അത് പിന്നെ സാരമില്ല, തനിക്ക് പോവാം. ഞാനൊന്നും കേട്ടില്ല. പോരെ? ശരി സാർ. വിചിത്രം തന്നെ. മോഹനചന്ദ്രൻ ചുവരുകൾക്കപ്പുറത്തുള്ളതും കേട്ടു തുടങ്ങിയിരിക്കുന്നു. മരണത്തിന് ഇനി അധിക സമയമില്ല. അതാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം. യെസ്, മോഹനചന്ദ്രൻ ഹിയർ. മനസ്സിലായി. സോറി, ഞാനിനി വിസിറ്റേഴ്സിനെ സ്വീകരിക്കുന്നില്ല. ഇല്ല, ഓഫീസിൽ നിന്ന് ഇറങ്ങാണ്. ഇല്ല, എവിടെ കാണുമെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ടു ബി ഡിസൈഡഡ് ഓൺ ദ റോഡ്. അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. 3 ദിവസം കഴിഞ്ഞ് കടൽ തീരത്തേക്ക് വരൂ. ഐ വിൽ ബി ടോട്ടലി ഫ്രീ. ബീച്ചിലല്ല, നദി കടലിലേക്ക് ചേരുന്ന ഭാഗമില്ലേ, അവിടെ ഞാൻ കാണും. ഓക്കെ. ഇന്റർവ്യൂവോ ഫോട്ടോ എടുക്കലോ എന്ത് വേണമെങ്കിലും ആകാം. ശരി, താങ്ക് യു. എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞത്? 3-ാം പക്കം കടൽ തീരത്ത് വരാനോ? അപ്പോൾ കടലിൽ ചാടാനുള്ള വിചാരമൊന്നും കാണില്ല. പിന്നെന്താവും അയാളുടെ മനസ്സിൽ? മരണത്തിനെ പോലും മാറ്റി നിർത്തി മറ്റെന്തോ ഒരു ലക്ഷ്യം അയാൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനാണോ ധൃതിയിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയത്? അതെന്താവും? എവിടെയാവും? എപ്പോൾ? എങ്ങനെയാവും? പ്രിയപ്പെട്ട കേൾവിക്കാരെ, നിങ്ങളോട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ നായകനെക്കുറിച്ച് ധാരാളം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി പറയൂ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയായത്? എന്തുകൊണ്ട് ഇത്രയധികം വെറുക്കപ്പെടുന്നു? അല്പം നന്മ പോലും അയാളിൽ ഇല്ലെന്നോ?
നിങ്ങൾ കേട്ടതല്ലേ, ഒരാൾക്ക് പോലും മോഹനചന്ദ്രനെ കുറിച്ച് നല്ലത് പറയാനില്ല. ഒരു തമാശയ്ക്ക് ആലോചിച്ചാൽ അയാൾക്ക് മറ്റുള്ളവരോടുള്ള വികാരവും അത് തന്നെയല്ലേ? ശരിയല്ലേ? ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉത്തരം പറയാൻ ഒരാൾക്കേ കഴിയുള്ളൂ തോന്നുന്നു. അയാളിതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ, അത് പറഞ്ഞു. ഇതൊരു നദീതീരമാണ് കേട്ടോ. കടവിൽ കയറ്റിയിട്ട ഒരു തോണിയിൽ ഞാൻ ഇരിക്കുന്നു. സമയം രാത്രിയാണ്, നക്ഷത്രങ്ങളില്ലാത്ത ഒരു രാത്രി. ഒന്ന് കരയാൻ കൊതിച്ചതുപോലെ ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നു. കിതച്ചുകൊണ്ട് ഇങ്ങോട്ട് നടക്കുകയാണ് അയാൾ. സാറെന്താ രാത്രി നേരത്ത് ഇത്ര വേഗം നടക്കുന്നത്? നന്നായി കിതയ്ക്കുന്നുണ്ടല്ലോ. നിങ്ങളിവിടെ ഉണ്ടോ? നന്നായി. സാറെന്നെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും. ഒരു നിയോഗം പോലെ മുമ്പൊരിക്കൽ നിങ്ങൾ വന്നു. പെട്ടെന്ന് നമ്മൾ കൂട്ടം തെറ്റുകയും ചെയ്തു. സത്യം പറയട്ടെ, ബാല്യത്തിൽ പമ്പരം കളഞ്ഞു പോയൊരു കുട്ടിയുടെ നഷ്ടബോധത്തിലായിരുന്നു ഞാൻ. അല്പം വൈകിയാണെങ്കിലും എനിക്ക് നിങ്ങളെ തിരികെ കിട്ടി. ശരിയാണ്, നമ്മൾക്ക് പരസ്പരം തിരികെ കിട്ടി. അപ്പോ നമ്മൾ നീങ്ങല്ലേ? എവിടേക്ക്? ഇത് നല്ല ചോദ്യം. അന്ന് തീരുമാനിച്ചതല്ലേ, നമ്മള് നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് പോകുന്നു, നദീമുഖത്തേക്ക്. പക്ഷെ സാർ, അങ്ങയുടെ ആരോഗ്യം. ഡോണ്ട് ബി അഫ്രൈഡ്. കേട്ടിട്ടില്ലേ, മാൻ ക്യാൻ ഓവർകം മൗണ്ടൻസ് ബൈ ഫെയ്ത്ത്. മാക്സിം ഗോർക്കിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. വിശ്വാസമാണ് പ്രധാനം. എനിക്കിപ്പോഴതുണ്ട്. പ്ലീസ് കം. വളരെ നല്ലത്. എന്നാൽ നമുക്ക് ഈ തോണിയിൽ നീങ്ങാം. നിങ്ങൾ എന്താണ് ഓർക്കുന്നത്? ഏയ്, ഓർക്കാൻ തക്ക ചരിത്രമുള്ളവനല്ല ഞാൻ. പിന്നെന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ സാർ എന്താണ് ഓർക്കുന്നതെന്ന് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. നോക്കൂ, പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി അതെനിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിയുന്നു? അറിയില്ല സാർ. ഒരുപക്ഷെ പണി പാട്ടിലാക്കലല്ലേ, ശീലിച്ചതാവും. സംസാരം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാട്ട് എങ്ങനെയാവുന്ന ഞാൻ ആലോചിക്കണേ. വിരോധമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പാട്ട് പാടിക്കൂടെ? യാത്രയുടെ ക്ലേശവും കുറയുമല്ലോ. യാതൊരു വിരോധവുമില്ല. സത്യത്തിൽ സാർ എപ്പോഴാണ് പാടാൻ ആവശ്യപ്പെടുന്നത് എന്നോർത്തിരിക്കുകയായിരുന്നു ഞാൻ. ഒടുവിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടല്ലോ, സന്തോഷമായി. പക്ഷേ ആദ്യം നമുക്ക് അല്പനേരം മിണ്ടാതിരുന്നാലോ? പാട്ട് പാട്ടാകുന്നത് നിശബ്ദതയിൽ നിന്ന് ജനിക്കുമ്പോഴാണ്. ആരാരാദ്യം പോയി മറഞ്ഞവരാരാവാര പെരുമഴയിൽ അവരോടായി പഴമകൾ ചൊല്ലാനേനും കൂടി വരുന്നുണ്ടേ. ഏൻ തുഴയുന്നതു മേലോട്ടെങ്കിലും ഒഴുകുന്നു നദി കീഴോട്ട്. ആരാരാദ്യം പോയി മറഞ്ഞവരവരെ കാക്കുക തുണയായി. ആരാരാദ്യം പോയി മറഞ്ഞവരവരെ കാക്കുക തുണയായി. ഏയ്, എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കാത്തിരിക്കുകയാണല്ലേ? നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. കുറച്ചു നേരമായി കാത്തിരിക്കുകയാണ് ഈ തീരത്ത്. മണിക്കൂറുകളോളം നദിക്ക് മേലേക്ക് ഞങ്ങൾ തുഴഞ്ഞു. ഇനി അല്പം കൂടെ മതി, നദി തുടങ്ങുന്നിടത്തെത്തും. പക്ഷേ മോഹനചന്ദ്രൻ ഈ തീരത്തിറങ്ങി. ഉടൻ വരാമെന്ന് പറഞ്ഞ് അയാൾ ദേ ആ പൊളിഞ്ഞു വീഴാറായ കുടിലിലേക്ക് പോയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. പോകുമ്പോൾ മരവിച്ച ഒരു മുഖമായിരുന്നു അയാൾക്ക്. കൈകൾ വീണ്ടും വീണ്ടും കൂട്ടിത്തിരുമ്മി ചൂട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്ര നാളും അയാൾ കാത്തിരുന്ന ആ ലക്ഷ്യം
ആ കുടിലിനുള്ളിലുണ്ടെന്ന് തോന്നുന്നു. ആ, അയാൾ തിരിച്ചു വരുന്നുണ്ട്. അല്ല, എന്താ ഇത്ര താമസിച്ചത്? വേണ്ട വേണ്ട വേണ്ട, ഇത്ര വെപ്രാളം വേണ്ട. തോണിയിൽ പതുക്കെ കയറിയാ മതി. എന്തിനാ ഇത്ര കിതയ്ക്കുന്നത്? ഞാൻ പറയാം. വേണ്ട 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 വേണ്ട, സംസാരിക്കണ്ട. കുറച്ചു നേരം മിണ്ടാതിരുന്ന് കിതപ്പടക്കൂ. ഞാൻ വീണ്ടും തോടി തുഴയാം. നദീമുഖത്തെത്താൻ ഇനി കുറച്ചു നേരം മതി. സാറേ, സാറേ, എന്താ ഇത്? കരയുന്നോ? അതെ, ഞാനൊന്ന് നന്നായി കരയാൻ ശ്രമിക്കുകയാണ്. നദിയുടെ ആരംഭമായില്ലേ, ഇനി ചിലപ്പോ എനിക്കതിന് കഴിഞ്ഞേക്കും. പക്ഷേ എന്തിനു വേണ്ടി അറിയില്ല. ഇത്ര നാൾ അടക്കി നിർത്തിയ ഒരു പൊട്ടിക്കരച്ചിൽ എന്റെ ഉള്ളിൽ വിങ്ങി നിൽപ്പുണ്ട്. ഇന്നിപ്പോ ഈ നദി ജീവിതം തന്നെയാണെന്നൊരു തോന്നലാണ് എനിക്ക്. അതിന്റെ ആരംഭത്തിലെത്തുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെത്തുകയാണ്. കുട്ടികൾക്ക് മനസ്സ് വിട്ടൊന്ന് പൊട്ടിക്കരയാൻ പറ്റൂ. ഞാൻ കൊതിച്ചതും ഇത്രയേറെ കഷ്ടപ്പെട്ടതും അതിനു വേണ്ടിയാണ്. ഇത്രയ്ക്ക് മനസ്താപപ്പെടുവാൻ ഇവിടെ എന്ത് സംഭവിച്ചു? ഇനി എന്ത് സംഭവിക്കണം? ഞാൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നദീമുഖത്തെത്തിയ ഞാൻ ഈ തുഴ പിടിച്ചു വാങ്ങി വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അപ്പോ മഴ തുടങ്ങിയിരിക്കും. വെള്ളം പെരുകി നമ്മളും തോണിയും താഴേക്ക് ഒഴുകി പോകും. അങ്ങനെ നിങ്ങൾക്ക് എന്നെ പാട്ടിലാക്കാൻ കഴിയും. അഥവാ ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങും. എന്തിനാ അതിശയിക്കുന്നത്? നിങ്ങളുടെ ജോലി ഞാൻ എളുപ്പമാക്കുകയല്ലേ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. നോക്കൂ, ജീവിതത്തിൽ വളരെയേറെ കാപട്യം കാണിച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്നോട് നിങ്ങളുടെ ഈ ചെറിയ കള്ള ഒരിക്കലും വിലപ്പോവില്ല. സമ്മതിച്ചു, സമർത്ഥനാണ് നിങ്ങൾ. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ജീവിതത്തിന്റെ മുനമ്പിൽ നിന്നുകൊണ്ട് ആടിത്തീർത്തത് ഒരു കപടവേഷമാണെന്ന് നിങ്ങൾ പറയുന്നു. അറിഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു ഈ വൃത്തികെട്ട കളി? നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ പ്രയോഗം. വൃത്തികെട്ട കളി. ഒന്നാലോചിച്ചാൽ അത് ശരിയാ. ഞാൻ തിരിച്ചറിവ് നേടാൻ കണ്ണു തുറന്നപ്പോ മുതൽ കണ്ടത് മുഴുവൻ വൃത്തികെട്ട കളികളായിരുന്നു. വിശപ്പിന്റെ മണമുള്ള ബാല്യം സമ്മാനിച്ച് അച്ഛൻ പ്രസ്ഥാനത്തിന് പിൻബലമേകാൻ ജയിലിലായി. രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട കളിയിൽ അച്ഛൻ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഉറക്കം നഷ്ടപ്പെട്ട് കിടന്ന രാവുകളിൽ എന്റെ അമ്മ വീടിന്റെ പിൻവാതിൽ തുറക്കുന്നതും വൃത്തികെട്ട ചിരിച്ചിരിക്കുന്നതും കേട്ടപ്പോ ഒരു നിലവിളി എന്റെ തൊണ്ടയിൽ കുരുങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ അതെന്റെ ശ്വാസം മുട്ടിക്കായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ പോയി കണ്ടു. എന്തിനെന്നെ വളർത്തിയെന്നൊരു ചോദ്യത്തിനായി മാത്രം. തുരുമ്പെടുത്ത് സ്തംഭിച്ചുപോയ വിജാവിരി പോലെ നിശബ്ദയായിരുന്നു അമ്മ. എനിക്കത് സഹിച്ചില്ല. ഞാൻ അവരെ ഈ കൈകൾ കൊണ്ട് കൊന്നു. നിങ്ങൾക്കറിയില്ല ഞാൻ അനുഭവിച്ച സംഘർഷം. അമ്മ വിളമ്പിയ ചോറിന് വൃത്തികെട്ട രുചിയായിരുന്നു. അമ്മ വാങ്ങിത്തന്ന ഉടുപ്പുകൾക്ക് വൃത്തികെട്ട മണമുണ്ടായിരുന്നു. പരപുരുഷന്മാരുടെ വാട. ഒരു കൊച്ചുകുട്ടിക്ക് ഇത് എങ്ങനെ താങ്ങാൻ സാധിക്കും? അതിന് ശ്രമിച്ചപ്പോഴാണ് അവൻ വളർന്നത്. അതിന് ശ്രമിച്ചപ്പോഴാണ് അവൻ ചീത്തയായത്. അല്ലെങ്കിൽ അവൻ ഒരു നല്ല കുട്ടിയാകുമായിരുന്നു. വളരെ വളരെ നല്ല കുട്ടി.
നോക്കൂ, നമ്മൾ നദീമുഖത്തെത്തി. എനിക്കതറിയാം. മുഖം കലങ്ങിയ ഒരു നദിയിലാണ് ഞാനിപ്പോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എങ്ങനെ പിടിച്ചുപോയെന്ന്? മോഹനചന്ദ്രൻ ആദ്യം പഠിച്ചത് സംശയിക്കാനാണ്, പിന്നെ അവിശ്വസിക്കാനും. അങ്ങനെ അങ്ങനെ വൃത്തിയില്ലായ്മകൾ ഒത്തുചേർന്ന് ജീവിതത്തിലേക്ക് അവനെ ക്ഷണിച്ചു. അവൻ ഇറങ്ങിച്ചെന്നു. നദിയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണത്. ആദ്യം ഒന്നറയ്ക്കും, പക്ഷെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നിലയില്ലെന്നറിയുന്നത്. പിന്നൊരു പിടച്ചിലാണ്, ജീവിക്കാനുള്ള പിടച്ചിൽ. ഇതാണ് എന്റെ ജാതകം. വേണമെങ്കിൽ ആത്മകഥയെന്നും പറയാം. അതോ കഥയില്ലായ്മയോ? നദീമുഖത്തെ ഈ ശൂന്യതയിൽ കണ്ണീര് പോലും ഇറ്റാത്ത അമ്മയുടെ കണ്ണുകളിൽ നോക്കിയപ്പോ ഞാനും അത് മനസ്സിലാക്കി. എന്റേത് കഥയില്ലായ്മയാവും. ചിലപ്പോ അമ്മയ്ക്ക് പറയാനുള്ളത് മറ്റൊരു കഥയായിരിക്കില്ലേ? സാരമില്ല, മോഹനചന്ദ്രൻ IAS ഒരു സൽക്കഥയ്ക്ക് നിയോഗമുണ്ടാവില്ല. ഒരു ക്ലൈമാക്സിലേക്ക് കുതിച്ചുയരാൻ പോലും അതിന് വിധിയുണ്ടാവില്ല. പക്ഷെ ഞാൻ അതിന് അനുവദിക്കില്ല. കലഹിച്ചുകൊണ്ട് ഞാൻ ജീവിതം തിരുത്തി. ഈ അവസാന നിമിഷവും ഞാൻ അത് തന്നെ ചെയ്യും. ആ തൊഴയിങ്ങ് തരൂ. ഏയ് വേണ്ട, ആ തൊഴ എന്റെ കയ്യിലേക്ക് തരൂ. പിടിച്ചു വലിക്കാതെ. എന്താണ് ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മൾ നദീമുഖം കണ്ടു കഴിഞ്ഞു. ഇനി ഈ തുഴയുടെ ആവശ്യമില്ല. ഇപ്പൊ മഴ പെയ്യും. ഇനി യാത്ര താഴേക്കാണ്, താഴേക്ക് മാത്രം. ഇത്ര നേരം തന്ന സൗഹൃദത്തിന് പകരമായി മോഹനചന്ദ്രന് വേണ്ടി നിങ്ങൾക്കിനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ഒരു പാട്ട്. ഏറ്റവും മധുരം നിറഞ്ഞ ഒരു ഉറക്കുപാട്ട്. അങ്ങനെ ശാന്തമായ കഥാന്ത്യം കൊണ്ട് ഈ നദിയെ ശമിപ്പിക്കുക. പ്രിയപ്പെട്ട പാട്ട് പാടുന്ന കൂട്ടുകാരാ, നിങ്ങളത് ചെയ്യില്ലേ? ശരിയാണ്. ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കാം. തുടങ്ങുമ്പോൾ മോഹനചന്ദ്രൻ നായകനായിരുന്നു. അവസാനിക്കുമ്പോൾ അയാൾ പ്രതിനായകനായി പരിണമിച്ചു. സാരമില്ല, മരണം പുൽകുമ്പോഴെങ്കിലും അയാൾ കാരുണ്യം അർഹിക്കുന്നില്ലേ? ഇതാ, അയാളൊരു നെഞ്ചു കലങ്ങിയ നദി പോലെ എൻ്റെ അരികിലിരിക്കുന്നു. ഞാൻ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. തുടക്കത്തിൽ 100,000 സ്രോതസ്സുകളുടെ നിഷ്കളങ്കതയായിരുന്നു നീ. സ്ഫടികം പോലെ വിശുദ്ധ സുന്ദരം. പക്ഷേ സ്രോതസ്സുകൾ അരുവികളായും അരുവികൾ പുഴയായും പുഴകൾ നദിയായും പരിണമിക്കുമ്പോൾ അശുദ്ധമാകും. തെറ്റ് നിന്റേതല്ല തന്നെ. മലകളിൽ മഴ പുതിയൊരു നദിയായി പുനർജനിക്കുന്നത് വരെ നിനക്കിനി ഉറങ്ങാം. അതുവരേക്കും ശാന്തി, ശാന്തി. ദൂരെ 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 നിനക്കായി ആഴക്കടലിൻ മനസ്സുണ്ടേ. നീളെ 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 വിരിച്ചൊരു നീലപ്പഴമ്പായി വിരിപ്പുണ്ടേ. നദീമുഖം നാടകം ഇവിടെ സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം KS റാണ പ്രതാപൻ. സംഗീതം MG രാധാകൃഷ്ണൻ. ആലാപനം കാവാലം ശ്രീകുമാർ. സാങ്കേതിക സഹായം അലക്സ് പോത്തൻ. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: മോഹനചന്ദ്രൻ IAS തിലകൻ. മരണം നെടുമുടി വേണു. രാജ്കുമാർ അനന്തപുരം രവി. സഹോദരി TP രാധാമണി. വസുമതി ശാരദ നായർ. കവി
ജഗന്നാഥൻ, നിരൂപകൻ അലിയാർ, ഡോക്ടർ ചന്ദ്രസേനൻ, നഴ്സ് ലേഖ, പോലീസുകാരൻ കല്ലേലി രാമചന്ദ്രൻ നായർ, ഓഫീസ് ശിപായി വഴുതക്കാട് ബാബു, കാഴ്ചക്കാർ ജോസ് നെട്ടയം, ജോസഫ് ഗാൻസിസ്, ഡൊമിനിക് ജെ കാട്ടൂർ, ഓഫീസ് ജീവനക്കാർ കെ ജി ലതി, ചേർത്തല ജയലക്ഷ്മി. പശ്ചാത്തലത്തിൽ കെ എസ് ഗോപാലകൃഷ്ണൻ, സി തങ്കരാജ്, ഡെന്നിസ് ജോസ്, ഒ കെ ആനന്ദ് കുമാർ, സി ഹരിശങ്കർ, എബ്രഹാം തോമസ്. ആരാരാദ്യം പോയി മറഞ്ഞവരാരാ വരപ്പെരുമഴയിൽ, അവരോടായി പുതുകഥ ചൊല്ലാൻ നീയും പോയി മയങ്ങിടൂ, നീയും പോയി മയങ്ങിടൂ. ദൂരെ 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 നിനക്കായി ആഴക്കടലിൻ മനസ്സുണ്ട്.